ഹലോ ഗായ്സ്, ഹാപ്പി ഓണം. എങ്ങനെയുണ്ട് ഓണമൊക്കെ? ഞങ്ങളുടെ ഓണം ഇവിടെ പൊളിയാണ് മക്കളെ. ഓണം വെള്ളത്തിലായി, ഓണം മഴ കൊണ്ടുപോയി കണ്ടോ. നല്ല മഴയാണ് കണ്ടോ, മുറ്റത്തൊക്കെ വെള്ളം നിൽക്കുന്നുണ്ട് ഗായ്സ്. അപ്പോൾ നമ്മളെ ഓണം അങ്ങനെയാണ്. ഞാൻ ഏതായാലും കുളിച്ച് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇതെൻ്റെ ഓണക്കോടി എന്ന് പറയാം. പുതിയത് ഇടാനുള്ള ചാൻസ് ഇല്ല. അതായത് പുതിയതല്ല, അല്ലാതെ പുറത്തെവിടെ ഇന്ന് പോകാൻ പറ്റില്ല ഗൈസ്. ഞങ്ങൾ എവിടേക്ക് ബസ്സൊന്നും ഇല്ല. അപ്പോൾ അത് കാരണം നമുക്ക് ഇന്ന് എന്തായാലും പുറത്തേക്ക് പോകാനുള്ള ചാൻസ് കുറവാണ്. പോയിട്ടുണ്ടെങ്കിൽ പോകാനും പറ്റൂല, തിരിച്ചിങ്ങോട്ടേക്ക് വരാനും പറ്റൂല, കാരണം ബസ്സില്ല. അതാണ് അവസ്ഥ. അപ്പോൾ ഇതിപ്പോൾ പുതിയൊരു ഡ്രസ്സാണ്, ഓണക്കോടിയാണ്. പിന്നെ നമ്മളെ മെയിൻ ഡ്രസ്സില്ലേ, ആ സാധനം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടാകും. കിട്ടിയിട്ടില്ല. അത് വാങ്ങിക്കാൻ പോകാനുള്ള യാതൊരു വഴിയും ഇല്ല. അപ്പം നാളെ ഇപ്പോൾ ഏതായാലും ബസ്സൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ പോയി വാങ്ങിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങളെ ഓണമൊക്കെ? അടിച്ചു പൊളിക്കുകയാണോ എല്ലാവരും? അപ്പോൾ ഞാൻ ഇവിടെ ഇന്നലെ നമ്മൾ പൂവൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടില്ലേ, കുറച്ചുകൂടി അരിയാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടി സെറ്റാക്കണം. ഇപ്പം ഞാൻ മെല്ലെ എന്താ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതെന്ന് അറിയാം, അടുക്കള ഭാഗത്തേക്ക് പോട്ടെ കേട്ടോ. നമുക്ക് ഗ്യാസ് ഇല്ലല്ലോ, പണി കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് അടുപ്പത്ത് നിന്ന് ആക്കി വരണം. അപ്പോൾ ഇപ്പോഴേ തുടങ്ങുകയാണ് കേട്ടോ നമ്മുടെ എല്ലാ കാര്യവും ചെയ്യാൻ വേണ്ടിയിട്ട്. എന്ത് ചെയ്യാനല്ല, ഇങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ ഗ്യാസ് ഇല്ലാണ്ടായിട്ടുണ്ടെങ്കിൽ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണേ. ആ, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഏതായാലും ഞാൻ നല്ല അടുക്കളയിലേക്ക് പോട്ടെ. അവിടെ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് ടി വിയിലുള്ള പരിപാടികളൊക്കെ കാണണമല്ലോ. അതും കാണണം. എല്ലാം കൂടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ. അപ്പം ഞാൻ മെല്ലെ പോട്ടെ കേട്ടോ. എല്ലാം കുറച്ചേച്ച് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഓക്കെ ഗായ്സ്, ഇന്ന് നമുക്ക് ഒരുപാട് തേങ്ങയുടെ, അതായത് നാളികേരത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ചിരകി വെക്കാം കേട്ടോ. അച്ഛൻ അവിടെ വേറെ പൊളിക്കുന്നുണ്ട് ഗായ്സ്. പണി തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പൊളിച്ചോണ്ടേ ഇരിക്കുകയാണ്. സമയം ഇപ്പോൾ 8 മണിയായി. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് പോവിടണ്ടേ? അപ്പോഴേക്ക് എസ്കേപ്പ് ആവണം. അപ്പോൾ ഗൈസ്, കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ആവി പറക്കുന്ന കൂട്ടുകറി ഇതിട്ടോ, നല്ല സെറ്റാണ്. കുറച്ച് മധുരം ഒക്കെ ഉള്ള ഒരു ടൈപ്പാണ് കേട്ടോ. പിന്നെ അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അടുപ്പത്ത് ഇതാ ചോറിനുള്ള വെള്ളവും വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പം അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ. ഇത് ഓരോ ടൈം പോയിട്ട് വരുമ്പോൾ എടുക്കുന്ന വിഷ്വൽസാണ്. അപ്പോൾ പൂവിടുന്നതിന് മുൻപായിട്ട് തന്നെ ചായ കുടിക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഉപ്പുമാവും ചായയും കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗായ്സ്, നമ്മൾ പൂവിടാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. ഇവിടെയാണ് പൂവിടാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം ഞാനിവിടെ എൻ്റെ മറ്റേ സെൽഫി സ്റ്റിക്ക് ഉണ്ടല്ലോ, ആ സെൽഫി സ്റ്റിക്ക് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ വരയ്ക്കുന്നതൊക്കെ ഓരോ ഹാക്കിലൂടെയാണ് കേട്ടോ. റൗണ്ടൊക്കെ വരയ്ക്കുന്നതൊക്കെ ഓരോ ഹാക്കിലൂടെയാണ് ഗൈസ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് വരച്ച് തുടങ്ങാം അല്ലേ? ആദ്യമോ വരും, ഇപ്പോൾ വരും കേട്ടോ. എന്നിട്ട് നമുക്ക് ആദ്യം ഞാൻ വരയ്ക്കട്ടെ, എന്നിട്ട് പൂവിടാൻ നേരമാകുമ്പോഴത്തേ അവനെ എത്തും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. ഇപ്പോൾ ഇവിടെ നല്ല വെയിലായിട്ടുണ്ട് കേട്ടോ. രാവിലെയൊക്കെ നല്ല മഴയായിരുന്നു കണ്ടോ. മുറ്റത്ത് നിറയെ വെള്ളമൊക്കെയാണ്. പക്ഷേ ഇപ്പം ഇതാ നല്ല അടിപൊളിയായിട്ട് വെയിൽ. ഗൈസ്, വരയ്ക്കാനൊക്കെ വരച്ച് ചോക്ക് 3 ആയി. പക്ഷെ ഇട്ട് വരുമ്പോൾ എന്താവും എന്നുള്ളത് അറിയില്ല. ഏതായാലും ഞാൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി പൂവ് ഇടാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ പൂവ് ഇടുന്നത് കാണിച്ചു തരാം. ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉണ്ടാവുമോ എന്നുള്ള കാര്യത്തിൽ വലിയ ഉറപ്പൊന്നുമില്ല. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് പൂവിട്ട് തുടങ്ങാം. എല്ലാ പൂവിൻ്റെ അന്ന് 4 എണ്ണം വീതം ഞാൻ ഇതേപോലെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തിനെങ്കിലും ഉപകാരപ്പെടും. അപ്പം ചെട്ടിയാണ് ഈ മുറിച്ചൊക്കെ വെച്ചത്. കവറിലുണ്ട് വൈറ്റ് കളറ്. പിന്നെ നമ്മളെ വാടാർ മല്ലി, പിന്നെ മഞ്ഞ ഇതാ കവറിൽ ഇവിടെ വേറെ ഉണ്ട്. ഇവിടെ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ഗൈസ്, ഇത്രയും പൂവ് ഇനി നമുക്ക് നന്നാക്കാനും ഉണ്ട്. എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് ചെയ്യാം അല്ലേ? ഗൈസ്, ഫൈനലി നമ്മൾ പൂവിട്ട് കഴിഞ്ഞിരിക്കുന്നു.
പല രീതിയിലും അവൾ വരയ്ക്കാൻ വേണ്ടി നോക്കി. പിന്നെ ആശ വന്നപ്പോൾ അവൻ വരച്ചിട്ടുള്ളൊരു ചിത്രം ഉണ്ടായിരുന്നു, അതിലേക്ക് നമ്മൾ കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നു. സംഭവം കാണണ്ടേ? ഇപ്പം കാണിച്ചു തരാം കേട്ടോ. ഗൈസ് ഇത് മാത്രല്ല കേട്ടോ, നമ്മൾ പുറത്തും കൂടി ഇതേപോലെ ഇട്ടിട്ടുണ്ട് കുഞ്ഞതായിട്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മളെ കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ പരിപാടി പായസം വെക്കുക എന്നുള്ളതാണ്. പിന്നെ നമുക്കിത് 3 ഗസ്റ്റുകളുണ്ട് കേട്ടോ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് വേറെ ആരും പ്രത്യേകിച്ച് വരാനൊന്നുമില്ല, 3 ആളുകൾ വരാനുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ രാവിലെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണെന്നുള്ളത് ക്ലോസപ്പ് ആക്കിയിട്ട്. അപ്പം ഇങ്ങനെ വെച്ചിട്ട് കാണിച്ചു തരാൻ പറ്റുന്ന സാധനങ്ങൾ ഇതൊക്കെ തന്നെയുണ്ട്. പപ്പടം, പിന്നെ പാല്, പായസം വെക്കാനുള്ള പാല്, ബാക്കിയുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മൾ വെച്ച സാമ്പാർ ഇതാണ്. പിന്നെ നമ്മൾ പച്ചടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കണ്ടോ, പച്ചടിയാണ് കേട്ടോ അത്. പിന്നെ നമ്മൾ അവിയൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആസ് യൂഷ്വൽ ഇതൊന്നും ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, ചോറ് വേണമല്ലോ, ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, മെയിനായിട്ടുള്ള സാധനം. പിന്നെ നമ്മൾ കുറച്ച് പുളി വെച്ചിട്ടുണ്ടായിരുന്നു, പുളിയിഞ്ചി എന്ന് പറയില്ല, അതുണ്ട്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ പപ്പടം, കുറച്ച് ഉപ്പേരി ഉണ്ടാക്കി. പിന്നെ കൂട്ടുകറി ഉണ്ടായിരുന്നു ഗൈസ്, വീഡിയോ എടുക്കാൻ മറന്നുപോയി. പിന്നെ പായസത്തിനുള്ള പാലാണ് കേട്ടോ ഇത് വെച്ചിട്ടുള്ളത് ഗൈസ്. കത്തിയുമായാണ് ഇനിയുള്ള യാത്ര. നമുക്ക് ഇല മുറിക്കണ്ടേ, അപ്പോൾ ഇല തേടി തിരഞ്ഞ് നമുക്കിങ്ങനെ നടക്കാം. അപ്പോൾ ഞാൻ ഇല മുറിക്കട്ടെ. എത്ര എണ്ണം വേണമാവോ നമുക്ക് അറിഞ്ഞൂടാ, നോക്കാം നല്ലതുണ്ടോ എന്നുള്ളത്. എൻ്റെ ക്യാമറാമാൻ ഇപ്പോൾ ഭയങ്കര ഡിമാൻഡാണ്. ഡിമാൻഡ് മാത്രമല്ല, ഞങ്ങളൊരു അംഗം കഴിഞ്ഞിട്ടാണ് ഗൈസ് ഈ ഒരു വിഷ്വൽ ഞങ്ങൾ എടുക്കുന്നത്. മുൻപ് ഒരു തെറ്റലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് പറയാം. കയ്യും കാലും പിടിച്ചിട്ടാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. എടുത്തങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയാൽ പിന്നെ കുഴപ്പമില്ല, പിന്നെ പല ആംഗിളിൽ നിന്നും അങ്ങ് എടുത്തോളും. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള ഇലകളൊക്കെ നമ്മളിങ്ങനെ വീട്ടിൽ തന്നെ വാഴകളൊക്കെ ഉള്ളത് കാരണം അങ്ങനെയൊക്കെ അങ്ങോട്ട് എടുക്കാം. പിന്നെ നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു 3 ഗസ്റ്റ് വരാനുണ്ടല്ലോ, അവർക്കും കൂടി വേണം. പിന്നെ നിങ്ങളുടെ നാട്ടിലേക്ക് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. നമ്മുടെ നാട്ടിലേക്ക് ഇവിടെ കോഴിക്കോട് ഈ ഭാഗത്തേക്കൊക്കെ പല ഹിന്ദുക്കളുടെ വീടുകളിലും ഉള്ള ഒരു പരിപാടിയാണ്. ഇതേപോലെ വീട്ടിൽ കാരണവന്മാരുണ്ടാവുമല്ലോ, മരിച്ചു വീട്ടിലെ ആളുകൾക്ക് നേർച്ച വെച്ച് കൊടുക്കുക എന്ന് പറയും. എന്തെങ്കിലും ഇതേപോലത്തെ ഈ ആണ്ടർതി കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനത്തെ പരിപാടി ചെയ്യുക. എത്ര ആളുകളാണോ അത്രയും ഇല ഇട്ടിട്ട് വീട്ടിലുണ്ടാക്കിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഈ ഇലയിൽ ഇങ്ങനെ വിളമ്പിയിട്ട് എന്താ പറയുക, വാതിലൊക്കെ അടച്ചിട്ടിട്ട് കുറച്ച് നേരം എല്ലാവരും മാറി നിൽക്കും. അങ്ങോട്ടേക്ക് ആ ഭാഗത്തേക്ക് പോവില്ല. അപ്പോൾ നിങ്ങളുടെ നാട്ടിലേക്ക് ഉണ്ടോയെന്ന് അറിയില്ല, ഞങ്ങളുടെ നാട്ടിലേക്ക് ഉണ്ട് കേട്ടോ. അത് അധിക വീടുകളിലും ഈ ദീപാവലിക്ക് ഉണ്ടാകും, അതേപോലെ ഓണം, വിഷു, അങ്ങനെ മെയിനായിട്ടുള്ള നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഇല്ലേ, അങ്ങനത്തെ പരിപാടികൾക്കൊക്കെ ഉണ്ടാവുന്നതാണ് കേട്ടോ ഇങ്ങനെയൊരു സംഭവം. എല്ലാ വീടുകളിലും ഉണ്ടാകും. അപ്പോൾ ഞങ്ങളും അതേപോലെ ചെയ്യുകയാണ് കേട്ടോ അത്. എല്ലാ സാധനങ്ങളും നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള അവിയൽ, കൂട്ടുകറി, എല്ലാ സാധനങ്ങളും ഇതേപോലെ 3 ഇലയാണ് ഇട്ടിട്ടുള്ളത്. 3 ഇല ഇട്ടിട്ട് ഇതേപോലെ വിളമ്പാണ്. ഇപ്പോൾ നമ്മുടെ ഗസ്റ്റ് 3 ആളെന്ന് പറഞ്ഞ് 2 ആളെ വന്നിട്ടുള്ളൂ, ഒരാൾ വന്നിട്ടില്ല, വീട്ടിലിരിക്കുകയാണ്. വേറെ ആരുമല്ല, എൻ്റെ മോൻ്റെ ഫ്രണ്ട് ഉണ്ട്, ചങ്ക് ബ്രോ അബീനും ഉമ്മച്ചിയും താത്തയും വരാമെന്ന് പറഞ്ഞു. താത്ത വന്നില്ല, ഒരു ഉമ്മയും മോനും മാത്രമേ വന്നില്ല, അവരവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഇതൊക്കെ ഇലയിൽ വിളമ്പി സെറ്റാക്കിയിട്ട് എന്താ പറയുക, വാതിലടച്ചിട്ട് പുറത്തേക്ക് പോയി നിൽക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഗൈസ്. അപ്പോൾ ഇതാണ് കണ്ടോ, എല്ലാ സാധനങ്ങളും 3 ഇല ഇട്ടിട്ട് വിളമ്പിയിട്ടുണ്ട്. അങ്ങനെ നേർച്ച വെച്ചതൊക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കേട്ടോ. ഞാനും ആദിമോനും അമീനും ഉമ്മച്ചിയും ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ട് കഴിക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഇല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവർ പോയി കഴിഞ്ഞതിന് ശേഷം അമ്മയും അച്ഛനും ഇരിക്കുകയാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഗൈസ്. അങ്ങനെ നമ്മുടെ ഗസ്റ്റ് വന്നു, സദ്യ കഴിച്ചു, ഞങ്ങളും കഴിച്ചു. ഇപ്പോൾ സൈഡായിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. തലയ്ക്ക് മൊത്തം പിടിക്കുന്നോ എന്നൊരു സംശയമുണ്ട്. കുഴങ്ങി ഇതാണ് ഇന്ന് ഒരുപാട് ഭക്ഷണം കഴിക്കാതെ ഈ സദ്യയിലുള്ള എല്ലാ സാധനം ഒരുപാടൊന്നുമില്ല, എന്നാലും നമ്മൾ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ കഴിക്കണമല്ലോ, അത് കഴിച്ചാലുള്ള അവസ്ഥ അതാണ്. പിന്നെ സൈഡായി പോകും, പിന്നെ ഒന്നിനൊരു മൂഡ് ഉണ്ടാവില്ല ഗൈസ്.
ഞാനിപ്പോൾ കോലായിൽ ഇവിടെ ഇങ്ങനെ വന്നിരിക്കുകയാണ്. നല്ല വെയിലുണ്ട് കേട്ടോ. കണ്ടോ, ഇതാണ് നമ്മളിട്ട പൂവ്. കിടന്നും വീരുന്നും മുരുണ്ടും കഷ്ടപ്പെട്ട് നമ്മളിട്ട പൂവാണ്. വെയിലടിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പം ആദ്യമോ തുടങ്ങിയിട്ടുണ്ട്. താഴെ പുഴയില്ലേ, നമ്മളെ പുഴേൻ്റെ അടുത്ത് പുഴക്കത്ത് പോവാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അലമ്പാക്കുന്നുണ്ട്. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഇറങ്ങാന്ന് വിചാരിക്കുക. പോവാം വെറുതെ. ഏതായാലും ബസ്സില്ലാത്തതിനോട് നമുക്ക് സിറ്റിയിലേക്ക് മാനാഞ്ചിറയോ ബീച്ചിലോ അങ്ങനെയൊന്നും പോകാനുള്ള ഒരു വഴിയുമില്ല. നാളെ പോണം. നാളെ നമുക്ക് ടൗണിൽ പോകുന്നല്ല കേട്ടോ പറയുന്നത്, അത് വേറെ കാര്യം. നാളെ നമുക്ക് അമ്മേൻ്റെ വീട്ടിൽ പോകണം. എൻ്റെ ഡ്രസ്സ് ഇല്ലേ, അതെടുത്തോണ്ട് വരണം. മറ്റന്നാൾ നമുക്ക് വേറൊരു പരിപാടി ഉണ്ട്, അതിന് പോകാനുണ്ട്. അത് എന്താണ് ഏതാണെന്നുള്ളതൊക്കെ ഞാൻ വ്ലോഗ് ചെയ്യുന്നതിലൂടെ പറയുന്നതായിരിക്കും ഗൈസ്. ഒരിത്തിരി ലോങ്, ഒരുപാട് ലോങ് അല്ല, ഒരിത്തിരി ലോങ് ആയിട്ടുള്ളൊരു യാത്ര, എത്രയുള്ളൂ. പിന്നെന്താ, ആസ് യൂഷ്വൽ ഞായറാഴ്ച കഴിഞ്ഞാൽ തിങ്കളാഴ്ച പുട്ട്. രാവിലത്തെ പുട്ടോട് കൂടിയിട്ട് നമ്മൾ സ്കൂൾ ഡേ അവിടെ സ്റ്റാർട്ട് ചെയ്യും. എത്ര പെട്ടെന്നല്ലേ 10 ദിവസത്തെ അവധിയും കാര്യങ്ങളൊക്കെ കടന്നു പോയത് ഗൈസ്. അയ്യോ, ഇനി എക്സാമിന് പേപ്പറൊക്കെ കിട്ടാനായി. അപ്പോൾ ഞാനൊക്കെ സ്കൂളിൽ പോയിട്ട് എക്സാമിൻ്റെ പേപ്പർ വാങ്ങിക്കാൻ പോകുന്ന മാതിരിയാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ എൻ്റെ മത്ത് പിടുത്തൊക്കെ ഇത് മാറട്ടെ. ഞാനിവിടെ ടോപ്പ് സിംഗർ ഇല്ലേ, ഇവിടെ എല്ലാവരും അതിൻ്റെ ഫാനാണ്. ഇത് ഗ്രാൻഡ് ഫിനാലെ ആണല്ലോ, അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുക അവിടെ എല്ലാവരും. ചിരിയൊക്കെ കേൾക്കുന്നില്ലേ, അതാണ് സംഭവം. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ആദ്യമാനെ കൊണ്ടിട്ട് പുഴക്കത്തേക്ക് പോകാമെന്ന് വിചാരിക്കുകയാണ് കേസ്. അപ്പം ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ. ഓക്കെ, ബൈ ബൈ ഗൈസ്. നമ്മൾ സദ്യ കഴിച്ച മത്തുപിടുത്തമൊക്കെ മാറ്റി വെച്ചിട്ട് പോവുകയാണ്. കുടയും വടിയും ഒക്കെ എടുത്തിട്ട് പോവാണ്, പുഴക്കത്തേക്ക് പോവാണ്. ഇവിടെ നിൽക്കാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അമ്മയുണ്ട്, ഞാനുണ്ട്, മോനുണ്ട്. അപ്പം അമ്മ മൂന്നാക്കും പോവാം. നിങ്ങൾ കണ്ട സ്ഥലങ്ങളൊക്കെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. പോവാം. നമ്മളിപ്പോൾ നമ്മുടെ പുഴേൻ്റെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ കുറച്ചങ്ങോട്ട് നടന്ന് പുഴേൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ വെറുതെയെങ്കിലും കളിയാക്കിക്കൊണ്ടൊക്കെ പറയും ഞങ്ങൾ ബീച്ചിൽ പോവുകയാണെന്നാണ് പറയാം. പക്ഷേ ഇത് ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു ബീച്ച് തന്നെയാണ്. ഇത് അകലാപ്പുഴ. നിങ്ങളിൽ പല ആളുകൾക്ക് അറിയുണ്ടാകും. ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒളവപ്പാറ അകലാപ്പുഴ എന്നൊന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ വ്യൂവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ. അടിപൊളി സ്ഥലമാണ്. ഇവിടെ ഇപ്പോൾ ഇക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് പുഴയല്ല കായലാണ് എന്നാണ് പറയുന്നത് ഗൈസ്. എന്ത് ചെയ്യാനാ, ഞങ്ങൾ അകലാപ്പുഴ എന്ന് പറയുന്നത് ഇപ്പോൾ കായലാണ് അത്രേ. കായൽ കണ്ടോ, ഹൗസ് ബോട്ടും കാര്യങ്ങളും ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ എന്താ മറ്റേ സംഭവമില്ലേ, സ്പീഡ് ബോട്ട്, പെഡൽ ബോട്ട്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് കുറേ വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് കുറച്ച് ഭാഗത്തേക്ക് മാറിയിട്ട് പോവാണ്. കാരണം എന്താണെന്നറിയാമോ, അവിടെ നമുക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കുറച്ച് നേരം പോയിരിക്കുക, ഇതൊക്കെ തന്നെയാണ് നമ്മുടെ പരിപാടി. ഞാനും ശ്രുതിയും വന്നിരിക്കുന്ന മെയിൻ സ്ഥലമാണ്. ശ്രുതിനെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. നമ്മളെപ്പോഴും ഇവിടെയാണ് ഇരിക്കുക, ഇവിടെ ഇരുന്നിട്ടാണ് കളിക്കുക, ചിരിക്കുക, സംസാരിക്കുക, എല്ലാ കാര്യങ്ങളും ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനും മോനും ജസ്റ്റ് ഇങ്ങനെ വന്നിരിക്കുകയാണ്. അമ്മയുണ്ട് കേട്ടോ, അമ്മ ബാക്കിലുണ്ട്. അമ്മ വെള്ളത്തിലൊന്നും ഇറങ്ങില്ല. ഞങ്ങൾ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കൈയും കാലൊക്കെ ഇട്ട് കുറച്ച് നേരം കളിച്ചു, എൻജോയ് ചെയ്തു. അപ്പോൾ ബീച്ചിൽ പോയിട്ടില്ല എന്നുള്ള സങ്കടം നമ്മുടെ അകലാപ്പുഴയിൽ അങ്ങോട്ടേക്ക് തീർത്തിരിക്കുന്നു ഗൈസ്. സങ്കടം വന്നാലും സന്തോഷം വന്നാലും ഒക്കെ ഞാനിവിടെയാണ് വരാറുള്ളത്. ഇവിടെ വന്ന് കുറച്ച് നേരം ഇതേപോലെ ഇങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് സമാധാനമാണ്. അത്ര തന്നെ. കുറച്ച് നേരം ഇങ്ങനെയൊക്കെ കളിച്ചു. പിന്നെ ആദിമോൻ്റെ വക വേറെ കുറേ കളികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ഇവിടെ സൈഡിൽ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ റിസോർട്ടിൽ ഇന്ന് ഓണം സെലിബ്രേഷൻ നടക്കുകയാണ്. ഒരുപാട് ആളുകളുണ്ട് അവിടെ. കലാപരിപാടികളൊക്കെ തുടങ്ങിയിരിക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം എല്ലാവരും ഓഫ് ആവുമല്ലോ, ആ കലാപരിപാടിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അപ്പുറം ഭാഗത്ത് കണ്ടൽക്കാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ മീൻ പിടിക്കാൻ വരുന്നവരുണ്ട്. മീൻ പിടുത്തവും നടക്കും, അതേപോലെ ഓണം സെലിബ്രേഷനും അവിടെ നടക്കും ഗൈസ്. അപ്പോൾ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഒരു ഭാഗത്ത് ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്താലും ഇതേപോലെ അപ്പുറമുള്ള ആൾക്ക് ചെയ്യേണ്ടി വരുമല്ലോ ഗൈസ്. കണ്ടോ, ഞാൻ എന്ത് ചെയ്യുന്നു അത് അതേപോലെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരാളാണ് എൻ്റെ കൂടെ ഉള്ളത്. കണ്ടില്ലേ, വെള്ളത്തിൽ ഞാൻ കുറച്ച് നേരം കാലിട്ട് ഇരുന്നല്ലോ, അതിന് പകരം ചെയ്യുകയാണ്. കണ്ടില്ലേ, എനിക്കും അതേപോലെ ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാനാണ് ഗൈസ്. ഇതാണ് ഞങ്ങളുടെ സ്വന്തം അകലാപ്പുഴ. ഞങ്ങളിതിനെ പുഴ എന്ന് പറയുമെങ്കിലും വിദഗ്ധർ പറയുന്നു ഇത് കായലാണെന്ന്.
എന്ത് ചെയ്യാനാണല്ലേ, എത്ര പെട്ടെന്ന് പുഴ കായലായി മാറിയത്. ഇവിടെ അങ്ങനെ ഇറങ്ങാൻ വേണ്ടി പറ്റുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ, സ്റ്റെപ്പൊക്കെ ആയിട്ട്. അപ്പം ഞാനും ശ്രുതിയും അതുപോലെ മിക്കവാറും ഇവിടെ ആണ് ഇങ്ങനെ വന്നിരിക്കാം. നല്ല രസമാണ്, എൻജോയ് ചെയ്യാം, കുറേ ഫോട്ടോ എടുക്കാം, കുറേ തള്ളി പറിക്കാം. അങ്ങനെയൊക്കെയാണ്. ഇവിടെ നിറയെ കണ്ടൽക്കാടുണ്ട് കേട്ടോ, അതിൻ്റെ ഇടയിലൊക്കെ ആളുകളുണ്ട്. എവിടെ നിന്നൊക്കെയോ സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്, സംസാരിക്കുന്നതിൻ്റെയും ഒക്കെ. ഇന്ന് പിന്നെ ഓണമാണല്ലോ, എല്ലാവരും മറ്റു പല എൻജോയ്മെൻറ്റ് പരിപാടികളൊക്കെ ആയിട്ട് ബിസിയായിരിക്കും. നല്ല മഴ വരുന്നുണ്ട്, മഴക്കാറ് നല്ലോണം ഉണ്ട് ആകാശത്ത്. അപ്പം മെല്ലെ വിട്ടാലോ എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ഞങ്ങളെ വീട്ടിലേക്ക് തിരിച്ചിറങ്ങുമ്പോഴാണ് കേട്ടോ ഏട്ടൻ തോണിയും കൊണ്ട് കക്ക വരാനോ എന്തിനോ പോകുന്നത്. അപ്പോഴാണത് അപ്പുറത്തെ സൈഡിൽ സ്പീഡ് ബോട്ടിൽ കുറച്ച് കുട്ടികൾ കയറിയിട്ടുണ്ടായിരുന്നു. ഭഗവാനെ, എന്തൊരു ഒച്ചയും വിളിയും ബഹളമായിരുന്നു അറിയാം. അവരെ സ്പീഡ് ബോട്ട് പോകുന്നതിൻ്റെ എന്താ പറയുക, അനന്തരഫലങ്ങൾ എന്നൊക്കെ പറയില്ലേ, അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എമ്മാതിരി തിരയായിരുന്നു എന്നറിയാം, വന്നിങ്ങനെ അടിക്കുകയാണ് വെള്ളം. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുകയാണ് ഏട്ടൻ തോണിയും കൊണ്ട് എങ്ങനെയാണ് ഈ ഒരു വെള്ളത്തിൻ്റെ ഇളക്കത്തിൽ അങ്ങനെ പോകുന്നതെന്ന്. അപാര സ്പീഡായിരുന്നു ആ സ്പീഡ് ബോട്ടിന്. ഇങ്ങനെ ചാടി തുള്ളി മറിഞ്ഞു പോവാന്നൊക്കെ പറയില്ലേ, അതാണ് അവസ്ഥ. ഭയങ്കര സ്പീഡും കാര്യങ്ങളൊക്കെ ഇരുന്നിട്ട് ഞങ്ങൾ കുറേ നേരം അത് നോക്കി ഇങ്ങനെ നിന്നു. പിന്നെ അത് മാത്രമല്ല, ആ കുട്ടികളാണെങ്കിൽ ആകെ മൊത്തം കരഞ്ഞ് വിരിച്ചിട്ട് കണ്ടോ, അവർ ആ സ്പീഡ് ബോട്ടിട്ട് കറക്കി കളിക്കുന്നതിനോണ്ടാണ് ഞങ്ങൾക്ക് ഈ ഭാഗത്തേക്ക് തിര ഇങ്ങനെ വന്ന് അടിക്കുന്നത് ഗൈസ്. കുറേ നേരം അതിങ്ങനെ കണ്ടുകൊണ്ട് നിന്നു. എനിക്ക് സത്യം പറയുകയാണെങ്കിൽ പേടി ഉണ്ടായിരുന്നു, എങ്ങാനും മറിഞ്ഞു പോവാം. അതാ കണ്ടോ, ഹൗസ് ബോട്ട് അങ്ങനെ പൊങ്ങിപ്പോയി. ആ ബാക്കിലിരിക്കുന്ന കുട്ടികൾ മൊത്തം നനഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നത്. അതേപോലെ ആ തെറ്റത്തേക്ക് പോയിട്ട് ഒന്ന് ചാടിക്കും എന്തൊക്കെയോ കാട്ടുന്നത് കണ്ടിട്ടുണ്ട്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ എന്താവും എന്നുള്ളത്. ഞങ്ങളെല്ലാവരും കുറേ നേരം അതിങ്ങനെ നോക്കി നിന്നു. പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹൗസ് ബോട്ട് മാത്രമല്ല, പെഡൽ ബോട്ട് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ സ്പീഡ് ബോട്ട്, ഹൗസ് ബോട്ട്, പെഡൽ ബോട്ട്, ഈ 3 ഐറ്റംസും ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ നിന്നപ്പോഴാണ് നമ്മുടെ ഹൗസ് ബോട്ടിന് അനക്കം വെച്ച് തുടങ്ങിയത് ഗൈസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതും കൂടി എടുത്തിട്ട് കുറച്ച് നേരം അതും കൂടി കണ്ടിട്ട് നമുക്ക് പോകാം. ഹൗസ് ബോട്ടിൽ അടിപൊളിയാണ്, പാട്ടൊക്കെ വെച്ചിട്ട് യോ ആണ്, അടിപൊളി പാട്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചില്ല് ചെയ്തിട്ടാണ് എല്ലാവരും പോവുക. ഇത്രയും കാലമായിട്ടും ഇവിടെ ഹൗസ് ബോട്ട്, സ്പീഡ് ബോട്ട്, പെഡൽ ബോട്ട് ഇത്രയും സാധനങ്ങൾ വന്നിട്ടും ഞങ്ങൾ ആരും അതിൽ കയറിയിട്ടില്ല ഗൈസ്. അതാണ് ഒരു നഗ്നമായ സത്യം എന്ന് പറയുന്നത്. കയറിയ ആളുകളൊക്കെ ഉണ്ടാകും, പക്ഷേ ഞാൻ കയറിയിട്ടില്ല. സത്യം പറയുന്നതിനെന്താ, എപ്പോഴെങ്കിലും കയറാൻ വേണ്ടിയിട്ട് പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അന്ന് ഞാൻ ഈ കയറിയിട്ടുള്ള ആളുകൾ ആരെയും കൂട്ടില്ല കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് എൻജോയ് ചെയ്തിട്ട് വരുന്നതാണ് ഗൈസ്. അതല്ല അതിൻ്റെ ശരി. എന്തിനാ ബാക്കിയുള്ള ആളുകൾ പോകുമ്പോൾ നമ്മളോട് വരുന്നോ എന്ന് പോലും ചോദിച്ചിട്ടില്ല. പിന്നെന്താ, നമ്മൾ ആരോടും പറയാതെ ഒറ്റയ്ക്ക് പോയി എൻജോയ് ചെയ്യാം. ഇതെന്താ പറയുന്നത് അറിയോ, ഇവിടെ ഹൗസ് ബോട്ടിൽ, സ്പീഡ് ബോട്ടിലൊക്കെ പോയിട്ടുള്ള ഒരാൾ എൻ്റെ മടിയിലിരിക്കുന്നുണ്ട്, ആദ്യമോൻ. അവൻ എന്നെ കൂട്ടാതെ പോയതാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോകും, അത്രേ കിട്ടും. ഓക്കെ, അതൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഇതാണ് നമ്മുടെ വീട്ടിൻ്റെ താഴെയുള്ള കുലവൻ കാവ് എന്ന് പറയുന്ന കാവ്. അപ്പോൾ നമ്മൾ വീട്ടിലെത്തി. നമുക്ക് പായസം കുടിച്ചാലോ? നല്ല വെയിലുണ്ടല്ലേ, നോക്കി. എനിക്ക് അടപ്രഥമനും പാൽപ്പായസവുമാണ് ഏറ്റവും ഫേവറേറ്റ് ഗൈസ്. നമ്മുടെ ഓണം ആഘോഷം എല്ലാം ഇവിടെ അടിപൊളിയായിട്ട് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നൊക്കെ പറയില്ല, അതേപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പറ്റി. ദൈവത്തിന് നന്ദി പറയാമല്ലേ. നമുക്ക് ഇത്രയെങ്കിലും പറ്റുന്നുണ്ടല്ലോ, ഇതുപോലും ഇല്ലാത്ത ആളുകളുണ്ടല്ലോ അല്ലേ. അപ്പോൾ അടിപൊളിയായിട്ട് ഓണം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഓണം അടിച്ച് പൊളിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഓണം വ്ലോഗ് ഇവിടെ എൻഡ് ചെയ്താലോ? കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വേറെ പണികളുണ്ട്, വീഡിയോ എടുക്കാൻ ഇനി പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ വെച്ചിട്ട് എൻഡ് ചെയ്യാം വീഡിയോ. നാളെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നാളെ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരാം. നമ്മൾ വേറൊരു വ്ലോഗ് ചെയ്യുന്നുണ്ട്, നമുക്ക് വേറൊരു പരിപാടി വരുന്നുണ്ട്, അതിൻ്റെ വ്ലോഗ് എന്തായാലും ചെയ്യും. ഓക്കെ,
അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞു ഓണം എല്ലാവർക്കും ഇഷ്ടമായിരുന്നെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ചാനൽ മാത്രമല്ല, ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്ന വേറൊരു മെയിൻ ചാനലും കൂടെ ഉണ്ട് കേട്ടോ. അതിൻ്റെ പേര് ലേഡി ബോസ് എന്നാണ്. ഇത് ലേഡി ബോസ് വ്ളോഗ് എന്നാണ്. അങ്ങനെയൊക്കെയാണ്. ഞാൻ താഴെ ഇവിടെ ഇങ്ങനെ മെൻഷൻ ചെയ്യാം, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, അതൊക്കെ ചെയ്യാം. നിങ്ങൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അതിൽ ബ്യൂട്ടി ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിൽ വ്ളോഗും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ നമുക്ക് വീണ്ടും വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു, ഗുഡ് നൈറ്റ് ഗൈസ്.